ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞതുമാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു എൻക്വയറീസ് വരുന്നതുമുണ്ട്. അതുകൊണ്ട് കൂടി തന്നെയാണ് പ്രധാനപ്പെട്ട തന്നെ നമുക്ക് ഈ ഒരു MCQ സീരീസും കൂടി പെട്ടെന്ന് തുടങ്ങാമെന്ന് കരുതി. ഈ ഒരു ക്രാഷ് ബാച്ചിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ തന്നിരിക്കുന്ന ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് ക്രാഷ് ബാച്ചിൽ വരിക. സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, മോഡൽ എക്സാം ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസ് ഉണ്ടാവും, ഡിസ്കഷൻ വീഡിയോസ് ആയിട്ട് തന്നെ, കൂടാതെ ഡൗട്ട് ക്ലിയറൻസ് പ്ലാറ്റ്ഫോമും നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരാണ് എങ്കിൽ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മൾ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ സമയം കളയാതെ തന്നെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് MCQ സീരീസ് സീസൺ 2 ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഐഡന്റിഫൈ ദ ലാംഗ്വേജ് ഇൻ വിച്ച് ജോൺ ഗവർ wrote his second poem വോക്സ് ക്ലെമാൻഡിസ്. അതായത് ജോൺ ഗവർ എന്ന് പറയുന്നത് സിലബസിൽ ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ പ്രതിപാദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ലിറ്റററി ഫിഗർ തന്നെയാണ്. ഓൾഡ് ഇംഗ്ലീഷ് ലിറ്റററി പീരീഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി കൂടി തന്നെയാണ്. അദ്ദേഹത്തിന്റെ സെക്കൻഡ് പോയം ആയിട്ടുള്ള വോക്സ് ക്ലെമാൻഡിസ് ഏത് ഭാഷയിലാണ് എഴുതിയതെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ദി ഗിവൺ ഓപ്ഷൻസ് ആർ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഗ്രീക്ക് ആൻഡ് ഓപ്ഷൻ ഡി ലാറ്റിൻ. അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ലാറ്റിനിലാണ് അദ്ദേഹത്തിന്റെ സെക്കൻഡ് പോയം ആയിട്ടുള്ള വോക്സ് ക്ലെമാൻഡിസ് ജോൺ ഗവർ എഴുതിയത് എന്ന കാര്യം മനസ്സിലാക്കാം. അതേസമയം തന്നെ ഇതിനൊരു അഡീഷണൽ ഇൻഫർമേഷൻ എന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജോൺ ഗവർ തന്നെ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പോയം ആയിട്ടുള്ള സ്പെക്കുലം മെഡിറ്റാൻഡീസ് എഴുതിയ ഭാഷ എന്നത് ലാറ്റിൻ അല്ല. അതാണ് ഒരു ചെറിയൊരു ചേഞ്ച് ആയിട്ടുള്ള ഒരു ട്വിസ്റ്റ് എന്ന രീതിയിൽ തന്നെ മനസ്സിലാക്കണം. ഫസ്റ്റ് പോയം എഴുതിയിരിക്കുന്നത് അദ്ദേഹം ഫ്രഞ്ച് ലാംഗ്വേജിലാണ്. അതേസമയം അദ്ദേഹത്തിന്റെ സെക്കൻഡ് പോയം ആയിട്ടുള്ള വോക്സ് ക്ലെമാൻഡിസ് ആണ് ലാറ്റിനിൽ എഴുതിയിട്ടുള്ളത്. അന്നേരം എനിക്ക് തോന്നുന്നു ആ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ വളരെയധികം യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ഈ ഒറ്റൊരു ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യുന്ന വഴി തന്നെ പഠിച്ചു. അതായത് ജോൺ ഗവർ ഒരു ഓൾഡ് ഇംഗ്ലീഷ് പോയറ്റ് ആണ്, ഒരു ലിറ്റററി ഫിഗർ ആണ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പോയം എന്നത് സ്പെക്കുലം മെഡിറ്റാൻഡീസ്, അദ്ദേഹത്തിന്റെ സെക്കൻഡ് പോയം എന്നത് വോക്സ് ക്ലെമാൻഡിസ്. അതിൽ തന്നെ ഫസ്റ്റ് പോയം എഴുതിയ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ലാംഗ്വേജ്. അതേസമയം വോക്സ് ക്ലെമാൻഡിസ് എന്ന സെക്കൻഡ് പോയം എഴുതിയ ഭാഷ ലാറ്റിൻ. ഇത്രയും ഭാഗം ക്ലിയർ ആണെന്ന് കരുതുന്നു. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. The Peasants' Revolt, also known as Tyler's Rebellion, began in the year. We have to identify the year in which the particular rebellion called as Tyler's Rebellion or Peasant Revolt എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഏത് വർഷമാണ് ഈ ഒരു പെസൻസ് റിവോൾട്ട് ഇല്ലെങ്കിൽ ടൈലേഴ്സ് റിബല്യൻ ടേക്കൺ പ്ലേസ്, അല്ലെങ്കിൽ ഏത് വർഷമാണത് തുടങ്ങിയതെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അതിന്റെ ഓപ്ഷൻസ് ആർ 1381, 1383, 1319 ആൻഡ് 1391. അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 1381 തന്നെയാണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾക്കൊരു അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ട്. പെസൻസ് റിവോൾട്ടിനെ വിളിക്കുന്ന മറ്റൊരു പേര് കൂടിയാണ് എന്ത്? ടൈലേഴ്സ് റെബല്യൻ. കാരണം അതിൽ ടൈലർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു സെക്കൻഡ് നെയിം ആണ് ഇത്. അദ്ദേഹം ആണ് ഈ ഒരു റെബല്യന് നേതൃത്വം നൽകി. അതുകൊണ്ടുകൂടി തന്നെയാണ് പെസൻസ് റിവോൾട്ടിന് ടൈലേഴ്സ് റെബല്യൻ എന്ന് മനസ്സിലാക്കുക. കൂടാതെ നമ്മുടെ സിലബസ് നോക്കുവാണെങ്കിൽ തന്നെ മനസ്സിലാവും, ചോസേഴ്സ് ആ ഒരു ഏജിന്റെ മറ്റ് സോഷ്യൽ ഇമ്പാക്റ്റും സോഷ്യൽ ഈവൻസും എന്ന് പറഞ്ഞ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടി തന്നെയാണ് ആ ഒരു സമയത്ത് നടന്നിട്ടുള്ള ഒരു സാമൂഹ്യ പ്രസക്തി ഏറിയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് പെസൻസ് റിവോൾട്ട് എന്ന് മനസ്സിലാക്കുക. കൂടാതെ ഈ ഒരു റിവോൾട്ടിനെ നമ്മുടെ ലിറ്റററി ഹിസ്റ്ററി പ്രകാരം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിനെ റിമാർക്ക് ചെയ്തിരിക്കില്ല, റെഫറൻസ് നൽകിയിരിക്കുന്ന ഇപ്രകാരമാണ്: ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി ദ ഫസ്റ്റ് ഗ്രേറ്റ് പോപ്പുലർ റെബല്യൻ ഇൻ ഇംഗ്ലീഷ് ഹിസ്റ്ററി. ഏറ്റവും അധികം പോപ്പുലർ ഖ്യാതി നേടിയെടുത്ത ഒരു റെബല്യൻ കൂടിയാണ് പെസൻസ് റിവോൾട്ട്. ഇത്രയും കാര്യം ക്ലിയർ ആണെന്ന് കരുതുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു ആർ ലൊല്ലാഡ്സ്? കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകിച്ച് ഇത് ആരുമായി ബന്ധപ്പെട്ടുള്ളതാണെന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ സാധാരണ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകേണ്ടതാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ജാക്ക് സ്ട്രോ ആൻഡ് ഹിസ് ഫോളോവേഴ്സ്, ജോൺ ബോൾ ആൻഡ് ഹിസ് ഫോളോവേഴ്സ്, ജോൺ ടൈലർ ആൻഡ് ഹിസ് ഫോളോവേഴ്സ്, ആൻഡ് ഓപ്ഷൻ ഡി ജോൺ വൈക്ലിഫ് ആൻഡ് ഹിസ് ഫോളോവേഴ്സ്. ഓഫ് കോഴ്സ് ഒരു ഡൗട്ടിന്റെ പോലും, അതായത് ഒരു തരത്തിലുള്ള ഒരു സംശയത്തിനും ഒരു സ്കോപ്പില്ല. ഓപ്ഷൻ ഡി ആണ്, ജോൺ വൈക്ലിഫ് ആൻഡ് ഹിസ് ഫോളോവേഴ്സ് ആണ് ലൊല്ലാഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്കറിയാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതായ കാര്യമാണ്. ജോൺ വൈക്ലിഫ് ആണ് ആദ്യത്തെ ഒരു ന്യൂ ടെസ്റ്റമെന്റ് ഓഫ് ബൈബിളൊക്കെ ആദ്യമായി റിലീസ് ചെയ്ത്. ആ ഒരു വർഷം എന്ന് പറയുന്നത് 1380 ആണ്. അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് തന്നെയാണ്. കൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹത്തിന് പല പേരുകളിൽ തന്നെ വിശേഷണം വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഫസ്റ്റ് സീരീസിൽ ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഡീൽ ചെയ്താണ്. അത് എനിക്ക് തോന്നുന്നു കാണാത്തവരാണെങ്കിൽ നിങ്ങൾ അത് വീഡിയോ ഒന്നുകൊണ്ട് കാണാം. ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പോയിന്റ് ഒന്നും കൂടി നമ്മൾ സൂചിപ്പിക്കുന്നു മാത്രം. ഒരു തരത്തിൽ
എന്താ ഒരു കണ്ടിന്യൂവേഷൻ എന്ന രീതിയിൽ നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിൽ അത് ലിങ്ക് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ അതൊന്നും ഓർത്തിരിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടുകൂടി തന്നെയാണ് പറഞ്ഞത് ജോൺ വൈക്ലിഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അന്ന് ഡീൽ ചെയ്താണ്. അത് മറ്റൊന്നുമല്ല, അദ്ദേഹം ഏതൊക്കെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഹി ഈസ് നോൺ ആസ് ദ മോർണിംഗ് സ്റ്റാർ ഓഫ് റിഫർമേഷൻ. അതോടൊപ്പം തന്നെ അദ്ദേഹം അറിയപ്പെട്ടിരുന്ന മറ്റൊരു വിശേഷണം കൂടി ഉണ്ടായിരുന്നു, ഈവനിങ് സ്റ്റാർ ഓഫ് സ്കോളാസ്റ്റിസിസം. ഇത് 2 പോയിന്റ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പോസിബിൾ ക്വസ്റ്റ്യൻ സീരീസിൽ ഡീൽ ചെയ്തതാണ്. അത് അന്ന് നോക്കിയവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായി സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു പുതിയ സീരീസിൽ പഠിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ലൊല്ലാർഡ്സ് അല്ലെങ്കിൽ ലൊല്ലാർഡ്സ് മൂവ്മെന്റ് ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണെന്ന് ചോദിച്ചാൽ ജോൺ വൈക്ലിഫുമായിട്ട് ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ന്യൂ ടെസ്റ്റമെന്റ് ഓഫ് ബൈബിൾ അദ്ദേഹം ജോൺ വൈക്ലിഫിന്റെ ഒരു നേതൃത്വത്തിൽ വന്ന ബൈബിൾ വന്ന വർഷം 1380 ആണെന്ന കാര്യം കൂടി മനസ്സിലാക്കാം. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂട്ടോപ്പിയ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സിലബസിൽ തന്നെ നൽകിയ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർക്കാണ്. തോമസ് മോർസ് യൂട്ടോപ്പിയ വാസ് പബ്ലിഷ്ഡ് ഇൻ ഇംഗ്ലീഷ് ഇൻ ദ ഇയർ. ഏത് വർഷമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തോമസ് മോറിന്റെ യൂട്ടോപ്പിയ പബ്ലിഷ് ചെയ്തത്? ഈ ഒരു ക്വസ്റ്റ്യൻ സാധാരണ ഒരു ബന്ധമില്ലാത്ത ആളാണ് ഇതിനെ പരിശോധിക്കുന്നതെങ്കിൽ അവർക്കൊരു സംശയം തോന്നും, ഇംഗ്ലീഷ് എന്ന് എടുത്തു പറയാൻ അതിന് എന്തെങ്കിലും കാരണമുണ്ടോ? തീർച്ചയായും കാരണമുണ്ട്. അതിന്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കിയിട്ട് അത് പറയാം. ഓപ്ഷൻ എ 1316, 1516, 1551 ആൻഡ് 1613. അതിൽ നമ്മൾ മനസ്സിലാക്കണം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എന്നാണ് തോമസ് മോറിന്റെ യൂട്ടോപ്പിയ പബ്ലിഷ് ചെയ്തതെന്നാണ്. അതിന്റെ കറക്റ്റ് ആൻസർ എന്നത് ഓപ്ഷൻ സി ആണ്. 1551 ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഇത് മനസ്സിലാക്കാൻ ഒരു എളുപ്പമാർഗം കൂടിയാണ്. അതായത് 1551, 15 നമുക്ക് തിരിച്ചിട്ടാൽ നമുക്ക് എന്ത് കിട്ടും? 51. ഈ രീതിയിലുള്ള ചെറിയ ചെറിയ ട്രിക്സ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ വർഷങ്ങളൊക്കെ, പ്രത്യേകിച്ച് നമുക്കറിയാം വർഷങ്ങളൊക്കെ ആലോചിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജനിച്ച വർഷം മുതൽ, പ്രധാനപ്പെട്ട അവാർഡുകൾ ലഭിച്ച വർഷം മുതൽ, മരിച്ച വർഷം എന്നൊക്കെ നമ്മൾ പല രീതിയിലും പല ഡയമെൻഷൻസിൽ നമുക്ക് വായിച്ച് പഠിക്കേണ്ടതുണ്ട്. അന്നേരം നമ്മൾ ചില ട്രിക്സ് ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഇനി നമ്മൾ ആ ഒരു ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഇംഗ്ലീഷ് ലാംഗ്വേജിന് എന്താണ് ഇവിടെ പ്രാധാന്യം? കാരണം തോമസ് മോർ ഈ ഒരു വർക്ക് ഒറിജിനലി എഴുതിയ ഭാഷ എന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ല, പകരം അത് എഴുതിയ ഭാഷ എന്നത് ലാറ്റിൻ ആണ്. അത് വന്ന വർഷം, ഒറിജിനലി തോമസ് മോർ റോട്ട് ദിസ് പെർട്ടിക്കുലർ വർക്ക് ടൈറ്റിൽ യൂട്ടോപ്പിയ ഇൻ ദ ഇയർ 1516. ഇവിടെ മനസ്സിലാക്കി ഈ ഒരു ഓപ്ഷൻ തന്നെയാണ്. അതായത് 1516 തോമസ് മോർ യൂട്ടോപ്പിയ എന്ന് പറയുന്ന ഒരു വർക്ക് ലാറ്റിൻ ഭാഷയിൽ എഴുതുന്നത്. പകരം പിന്നീട് ഈ ഒരു വർക്ക് ലാറ്റിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് റാഫ് റോബിൻസൺ ആണ്. റാഫ് റോബിൻസൺ ആണ് ഹു ട്രാൻസ്ലേറ്റഡ് ദിസ് പെർട്ടിക്കുലർ വർക്ക് ഇൻ ടു ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻ ദ ഇയർ സ്പെസിഫിക്കലി ഇൻ ദ ഇയർ 1551. സോ ഇത്രയും കാര്യം ക്ലിയർ ആണ്. നമ്മൾ യൂട്ടോപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ തന്നെ മനസ്സിലാക്കി. ഈ ഒരു വർക്ക് ആദ്യമായി എഴുതിയ ഭാഷ എന്നത് ലാറ്റിൻ ആണ്. അത് എഴുതിയത് തോമസ് മോർ തന്നെയാണ്. അത് എഴുതിയ വർഷം 1516. അത്രയും ഭാഗം ക്ലിയർ ആണെന്ന് കരുതുന്നു. രണ്ടാമത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വർക്കിനെ ലാറ്റിൽ നിന്നും ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് റാഫ് റോബിൻസൺ ആണ്. അത് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത വർഷം എന്നത് 1551 ആണ്. അത് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ദ ടാർഗറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെന്ന കാര്യം കൂടി മനസ്സിലാക്കാം. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്പെൻസർ ഹാസ് ബീൻ ഹെയിൽഡ് ആസ് ദ പോയറ്റ്സ് പോയറ്റ്. ആരാണ് എഡ്മണ്ട് സ്പെൻസറിനെ പോയറ്റ്സ് പോയറ്റ് എന്ന് വിശേഷം നൽകിയത്? ഓപ്ഷൻസ് WH പേറ്റർ, ചാൾസ് ലാം, മാത്യു അർണോൾഡ് ആൻഡ് ജോൺ റസ്കിൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, ചാൾസ് ലാംബ് ആണ് അദ്ദേഹത്തിന് എഡ്മണ്ട് സ്പെൻസറിന് ഈ ഒരു പേരിൽ നൽകിയത്. എന്ത്? പോയറ്റ്സ് പോയറ്റ്. ഇനി നമുക്ക് കുറച്ചും കൂടി നമ്മൾ കീനായിട്ട് ഒബ്സർവ് ചെയ്യണം. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് പ്യൂർലി ബിക്കോസ് ഓഫ് ദി വെരി ഹൈ ക്വാളിറ്റി ഓഫ് സ്പെൻസേഴ്സ് പോയട്രി ആൻഡ് furthermore ചാൾസ് ലാം എൻജോയ്ഡ് ദ ആർട്ടിസ്ട്രി ഓഫ് ഹിസ് ക്രാഫ്റ്റ് ടു. അതായത് അദ്ദേഹത്തിന്റെ അത്രത്തോളം ബ്യൂട്ടിഫുള്ളും അതോടൊപ്പം തന്നെ അത്രത്തോളം ഹൈ ക്വാളിറ്റി ഓഫ് പോയട്രി ആണ് സ്പെൻസർ എഴുതിയത് ഇല്ലെങ്കിൽ സംഭാവന ചെയ്തതെന്ന് ചാൾസ് ലാം മനസ്സിലാക്കിയ തുടർന്നാണ് ചാൾസ് ലാം അദ്ദേഹത്തിന് ദി പോയറ്റ്സ് പോയറ്റ് എന്ന രീതിയിൽ വിശേഷിപ്പിച്ചത്. കൂടാതെ സ്പെൻസറിന്റെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് വർക്ക് തന്നെ നമുക്കറിയാവുന്നതാണ്, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഫെയറി ക്വീൻ ആണ് സ്പെൻസറിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് ബേസിക് ആയിട്ടുള്ള ഒരു മോന്യുമെന്റൽ വർക്കായിട്ട് കരുതേണ്ടത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് സീരീസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആണെന്ന് കരുതുന്നു. കുറച്ചധികം ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ടുള്ള അഡീഷണൽ ഇൻഫർമേഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ തന്നെ പഠിച്ചു. നമ്മൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, നമ്മുടെ ക്രാഷ് ബാച്ച്, സ്പെഷ്യൽ ക്രാഷ് ബാച്ച് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അന്നേരം അതിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ തന്നിരിക്കുന്ന നമ്പർ മുഖേന ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുക. ഇതുപോലുള്ള വീഡിയോസ്
കൂടുതലായിട്ട് നിങ്ങളുടെ ഒരു കമൻസും നിങ്ങളുടെ ഒരു എന്താ പറയുക ലൈക്സ് ആയിട്ടും മറ്റ് എൻക്വയറീസ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് തുടർന്നും വീഡിയോസ് ചെയ്യാനായിട്ടൊരു മോട്ടീവ് ഇല്ലെങ്കിൽ ഒരു എൻകറേജ്മെൻറ്റ് എന്ന രീതിയിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ വാല്യുബിൾ ആയിട്ടുള്ള കമൻസും ലൈക്കും കൂടാതെ നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടാതെ നമ്മുടെ ഇനിയുള്ള പാർട്ടുകൾ മിസ്സായി പോകാതെ ലഭിക്കണമെങ്കിൽ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനും കൂടി ശ്രമിക്കാം. സോ ഇത്രത്തോളം കാര്യങ്ങൾ മാത്രമേ ഫസ്റ്റ് സീരീസിൽ ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഉൾപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ചുള്ളൂ. സോ ഇറ്റ്സ് ബൈ ഫ്രം ലിറ്റ്ഷോർ അക്കാഡമി.